സിനിമയിൽ കാലുവെച്ച നമ്മുടെ പ്രിയപ്പെട്ട നസ്ർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഇവിടെ മത്സരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും. വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. സിനിമയെ പറ്റി കൂടുതലൊന്നും പറയാനില്ല എനിക്ക്. നിങ്ങളെപ്പോലെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത പോലെയാണ് ഞങ്ങൾക്ക് ഈ സിനിമ. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവതരിപ്പിച്ചൊരു കലാപരിപാടിയാണ് ആലപ്പുഴ ജിങ്കാന. അതിന് നിങ്ങൾ ഏപ്രിൽ മാസം തിയേറ്ററിൽ വരികയാണ് ആ സിനിമ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ പോയി കണ്ട് ഞങ്ങൾക്ക് 1ാം സമ്മാനം തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരെയും കണ്ടതിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ സിനിമയുടെ പാർട്ടാവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. സിനിമ എല്ലാവരും അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ കാണാനുള്ള പടമുണ്ട് എന്തായാലും. വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങളുടെ കലോത്സവ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ടയർഡാണെന്ന് അറിയാം. എന്നാലും താങ്ക് യു ഫോർ ദ എനർജി ഫോർ ആലപ്പുഴ ജിങ്കാന. ഞാൻ ഇവിടെ 3ാമത്തെ വർഷമാണ്. ആദ്യത്തേത് ഇതേപോലെ ഫംഗ്ഷന് വേണ്ടി തന്നെയാണ്. രണ്ടാമത് ഞങ്ങളുടെ ഒരു പ്രളയത്തിലാണ്. പ്രളയത്തിൻ്റെ ടൈമിൽ ഒരുപാട് ആൾക്കാരെ അഭയം കൊടുത്തൊരു സ്ഥലമാണ് കുസാറ്റ്. ആ ടൈമിൽ ഒരുപാട് സാധനങ്ങൾ എത്തിക്കുകയും ആൾക്കാരൊക്കെ. അപ്പം ആ സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ച എല്ലാ തരത്തിലുള്ള ആൾക്കാർ ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നത്. അപ്പം ആ സമയത്തൊക്കെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്തൊരു യൂണിവേഴ്സിറ്റി കൂടെയാണ്. അപ്പം ആലപ്പുഴ ജിങ്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പോർട്സ് കോമഡി ജനറൽ പടമാണ്. നമ്മൾ മിക്ക സ്പോർട്സ് മൂവി ഇവിടെ നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ അറിയിക്കുന്ന കുറച്ച് സീരിയസ് ആയിട്ടുള്ള പടങ്ങളാണ്. പക്ഷേ ഇത് ടോട്ടലി ഹ്യൂമറിലുള്ളൊരു സിനിമയാണ്. എന്നാൽ നല്ല ആക്ഷനും നല്ല ഫൈറ്റിംഗ് ഒക്കെ കാണാൻ പറ്റും. ബോക്സിങ് നല്ല വൃത്തിയോടെ ടെക്നിക്കലി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള സിനിമയാണ്. ആൻഡ് യു നോ ദ ടീം ഖാലിദ് റഹ്മാൻ, ജിംഷി ഖാലിദ്. അപ്പോൾ അവരുടെ ഒരു മാജിക് ഈ സിനിമയിലുണ്ട്. കൂട്ടത്തിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പടം. ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഒരു നമ്മുടെ മെയിൻ ആക്ടേഴ്സ് ഉണ്ട്. ബേബി ജി ആൻഡ് ലുക്മാൻ അരുൺ. അവരൊക്കെ എല്ലാവരും ഒരു 5-6 മാസം കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി, ഒരു സിനിമയ്ക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യാതെ മാറ്റി വെച്ച് ട്രെയിൻ ചെയ്ത് ഒരു 3 മാസത്തെ ഷൂട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സിനിമയാണ് ആലപ്പുഴ ജിങ്കാന. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും അറിയാം, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് കപ്പിൽ. എന്താണ് ആലപ്പുഴ ജിങ്കാന? എങ്ങനെയായിരുന്നു അനുഭവം? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ സംസാരിക്കുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒന്നാമില്ലെന്ന് അറിയാം. എന്നാലും ഞാൻ പറയാം, ഇതിൽ ഏറ്റവും ചെറിയ ഒരാളാണ് ഞാൻ. ഉള്ളതിൽ ഏറ്റവും ജൂനിയറാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുറച്ച് പണിയെടുത്തത് ഇവിടെയായിരുന്നു. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പിക്കപ്പ് ലൈൻ പറയാമോ? ഒരു ഫാൻ ചോദിച്ചിരിക്കുകയാണ്, ഒരു പിക്കപ്പ് ലൈൻ പറയാമോ? അല്ല, ഞാൻ വരാൻ പോകുന്ന ഗൾഫ്രണ്ടോട് ലോയലായിട്ട്. അപ്പം ഞാൻ ആരോട് പിക്കപ്പ് ലൈൻ പറയുന്നത് സ്റ്റുഡൻസിന് വേണ്ടി ഒരു പിക്കപ്പ് ലൈൻ പറയുന്നതാണ്. ഒരു പിക്കപ്പ് ലൈൻ. എൻ്റെ കാലം കഴിഞ്ഞില്ല. എനിക്ക് അല്ലാതെ അലമ്പാവും വേണ്ട. ഇത് ഈ സിനിമ പറയാതെ ഞങ്ങൾ വിടില്ല. ഒരു പിക്കപ്പ് ലൈൻ മാത്രം പറയാം. ഓക്കെ. സോ ഈ സംസാരിക്കുന്നത് നന്ദയാണ്. നന്ദ, ഹൈ. ക്യാരക്ടറുടെ പേര് എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. സോ ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഭയങ്കര അടിപൊളിയായിരുന്നു. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്, ഡെബ്യൂ ആണ്. അപ്പോൾ ഇത്രയും നല്ലൊരു കാസ്റ്റിൻ്റെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗ്യമാണ്. ഉമ്മാൻ്റെ പടം ഡെബ്യൂ ആയിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ഭാഗത്തൊക്കെ ഉള്ളൂ എങ്കിലും നല്ലൊരു കുറേ മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റി ഈ ഫോർ കാസ്റ്റിൻ്റെ കൂടെ. അങ്ങനെ എല്ലാവരും കൂടെ കാണണം. ഇറ്റ് ഈസ് സച്ച് എ ഗുഡ് മൂവി. എനിക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഇത് ആക്ഷൻ മാത്രമല്ല, പോസിറ്റീവ് വിചാരിച്ച ആക്ഷൻ മാത്രമാണ്. പക്ഷേ ആക്ഷൻ മാത്രമല്ല, എല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, കുറച്ച് റൊമാൻസ് ഉണ്ട്, കുറച്ച് ക്രിഞ്ച് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. സോ ഇറ്റ് ബി സച്ച് എ ഗുഡ് മൂവി. സോ എല്ലാവരും പോയി കാണണം. താങ്ക് യു. സോ ഇനി സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാം പ്രിയപ്പെട്ട
തണ്ണീർമത്ത ദിനങ്ങളുടെ നസ്ലിന്റെയും അതുപോലെ മാത്യുവിന്റെയും ഒക്കെ ഫ്രണ്ടായ ഫ്രാങ്കോയാണ്. ഫ്രാങ്കോ ഷിഫാസ് അലി എന്ന ക്യാരക്ടറിലാണ് ആലപ്പുഴ ജിങ്കാനയിൽ വരുന്നത്. ഞങ്ങൾക്കൊരു വില്ലൻ ക്യാരക്ടർ പ്രതീക്ഷിക്കാവോ? ഓ ഇല്ല, ഒരിക്കലും ഇല്ല. വില്ലനൊന്നുമല്ല. ഞങ്ങൾ ഗ്യാങ്ങാണ്. ആ ഗ്യാങ്ങിൽ ഒരു പയ്യനാണ്, ചെറുതെന്നാണ് ക്യാരക്ടറുടെ പേര്. നമ്മൾ നല്ലൊരു പടം കാണണം, എന്തായാലും ഇതൊരു ഹിറ്റായിരിക്കും. താങ്ക് യു. ഷോൺ, അടുത്ത ഷോണാണ് സംസാരിക്കുന്നത്. എന്നോട് വന്നപ്പോൾ തന്നെ പറഞ്ഞു, എടാ എന്നെ ആദ്യം ഒന്നും വിളിക്കരുത്, പയ്യെ വിളിക്കാവുള്ളൂ. ഷോൺ, എന്താണ് ആലപ്പുഴ ജിങ്കാന? എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഒരു ന്യൂക്കമറിന് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണ് എനിക്ക് കിട്ടിയത്. എനിക്ക് കാലിഗ്രമ ജിംഷി സന്ദീപ് ഇവരൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവരും സിനിമ പോയി കാണണം. എൻ്റെ ക്യാരക്ടറിനെ കിരണാണ് ഈ പടത്തിൽ. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പ്രേമലൂരിലെ ബേസിൽ അനിയനാണ്. ഫാലിമിയിലെ സ്വന്തം ബേസിൽ അനിയൻ. സത്യത്തെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. സത്യം പ്ലീസ്. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് കോളേജിലൊന്നും ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കുക. ഞാൻ ഫാമിലിയുടെ സമയത്ത് കോളേജ് പ്രൊമോഷൻസ് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് കോളേജാണ് ഇതിൽ. ഷിഫാസ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആക്ച്വലി സിനിമയിൽ 2 ഷിഫാസ് ഉണ്ട്. ഇത് ചെറിയ ഷിഫാസ്, ഇത് വലിയ ഷിഫാസ്. അപ്പോൾ ചെറുത് വലുതെന്നായിരിക്കും കൂടുതൽ സിനിമയിൽ യൂസ് ചെയ്യുന്ന ടേംസ്. അപ്പം എല്ലാവരും സിനിമ കാണാൻ നല്ലൊരു സിനിമയായിരിക്കും. ഇതൊരു സ്പോർട്സ് കോമഡി സിനിമയാണ്. കൂടുതൽ കോമഡിയും ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു.